ഹലോ ഗായ്സ്, നമുക്കൊന്ന് പള്ളിത്തോട് വരെ പോയാലോ? ലെറ്റ്സ് ഗോ ടു പള്ളിത്തോട്. നമ്മൾ ബൈക്കിനാണ് കേട്ടോ പോകുന്നത്. ഒരു 42 കിലോമീറ്റർ ബൈക്കിലിരുന്ന് അങ്ങനെ പോകണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും ദൂരമൊക്കെ ബൈക്കിൽ പോവുക എന്ന് പറഞ്ഞാൽ. എങ്കിലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോയാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ 2 പിള്ളേരെയും കൊണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. ആലപ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 4:45 ആയപ്പോഴാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഒരു 6:15 ആയപ്പോൾ അവിടെ എത്തുകയും ചെയ്ത്. ഈ 10 മാസം ഉള്ള ആളെയും കൊണ്ട് ബൈക്കിൽ ഇത്രയും ദൂരം പോകൽ ഒരു റിസ്ക് തന്നെയാണ്. കാരണം കുറച്ച് നേരക്കാൾ ഉറങ്ങും, അത് കഴിഞ്ഞ് ഉണർന്ന് കഴിയാൻ നേരത്ത് ആകപ്പാടെ ബഹളമായിരിക്കും. പിന്നെ നമ്മൾ അയാളുടെ ഇഷ്ടത്തിന് ഇരിക്കുക, അത് മാത്രമുള്ള ഓപ്ഷൻ. നമ്മൾ അറുത്തെങ്കൽ വഴി, അതായത് തീരദേശ റോഡ് വഴിയാണ് പോയത്. ആദ്യം ഹൈവേയിൽ കൂടെ ആയിരുന്നു പോയത്, കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തുമ്പോളി ആയപ്പോഴത്തേക്ക് പടിഞ്ഞാറ് തീരദേശ റോഡിൽ കയറി. അങ്ങനെ നമ്മൾ അടുത്തെങ്കിലായപ്പോൾ ഒന്ന് ഇറങ്ങി പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന്, കാരണം ഇത്രയും ദൂരം ഒരേ ഇരിപ്പ് വന്നു കഴിയുമ്പോൾ ആകപ്പാടെ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പിന്നെ നമ്മൾ ബൈക്കിൽ പിന്നെയും യാത്ര ആരംഭിച്ചു. അഴീക്കലൊക്കെ ആയപ്പോഴത്തേക്ക് ഇളയാൾ ഉണർന്നു, കുറച്ച് ബഹളമൊക്കെ ആയി. പിന്നെ ആൾ എൻ്റെ ഹെൽമെറ്റിലൊക്കെ പിടിച്ചിരുന്ന് കളിക്കുമായിരുന്നു. ആളുടെ ഇഷ്ടത്തിന് നമ്മൾ ഇരുന്ന് കൊടുത്തപ്പോൾ കുറച്ച് അഡ്ജസ്റ്റായി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈകിട്ട് അയാൾ ആകെ ബഹളമായിപ്പോവും, നമ്മളും ശരിക്കും ക്ഷീണിച്ചു പോകും. അങ്ങനെ പിന്നെ ആളുടെ ഒപ്പം കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നപ്പോൾ ആൾ റിലാക്സായി. ഇത്രയും ദൂരം ഒരേ ഇരിപ്പിരിക്കുമ്പോൾ അയാൾക്കും ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് നമ്മൾ പള്ളിത്തോടെത്തി. പോയപ്പോൾ ദൂരം അറിഞ്ഞില്ല കേട്ടോ, കാരണം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണന്ന്. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ വേഗം എത്തിയ പോലെ ആയിപ്പോയി. അങ്ങനെ അതാ നമ്മൾ പള്ളിത്തോട് ജയത്തേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു.